ഉള്ളതാണ് പ്രപഞ്ചം എന്ന് മനസ്സിലാക്കാമെങ്കിൽ ഫസ്റ്റ് കോസ് നമുക്ക് വേണ്ട. നമ്മൾ ആരംഭിക്കുന്നിടത്തു നിന്നേ, നമ്മൾ അറിയാൻ ആരംഭിക്കുന്നിടത്തു നിന്നേ നമുക്ക് തുടക്കാനൊക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഡൽഹിയിലേക്കുള്ള ദൂരം അളക്കുമ്പോൾ ഇവിടുന്ന് അളക്കാനേ നമുക്ക് പറ്റൂ. അതിവിടെ സ്പെഷ്യലാകുന്ന എന്തെങ്കിലും കാരണം കൊണ്ടല്ല. മനുഷ്യൻ സയൻസിന്റെ ചരിത്രത്തിൽ മനുഷ്യൻ ആദ്യം കാണിച്ച മിസ്റ്റേക്ക് അതാണ്. മനുഷ്യനെ സ്വയം നിർത്തിയിട്ട് ഫ്രണ്ടിൽ നിർത്തി. അതാണ് ഈ ഒരു അറിവ് നമുക്ക് ഉണ്ടെങ്കിൽ മനുഷ്യൻ അറിയാൻ ശ്രമിക്കുന്നത് കൊണ്ടുണ്ടായ തുടക്കങ്ങളെ പ്രപഞ്ചത്തിലുള്ളതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ കാരണം ഒരു കാര്യത്തിനൊരു കാരണമല്ല ഉള്ളതെന്നും നിരന്തരം മാറ്റത്തിനകത്ത് നമ്മളിട്ട പോയിന്റ് അളക്കാൻ ഉപയോഗിച്ച പോയിന്റിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയെ കാരണം എന്ന് വിളിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള സ്റ്റാൻഡാണ്. പക്ഷെ ഒരു സയൻസ് സ്റ്റുഡൻറ്റിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ എനിക്ക് ഈ നിലപാടിനോട് യോജിക്കാനോ വിയോജിക്കാനോ കഴിയില്ല. അതിൻ്റെ കാരണം ദർ ഇസ് എ പ്ലേസ് അറ്റ് വിച്ച് മൈ ആർഗ്യുമെൻറ്റ് ഫെയിൽസ്. അതായത് ഇപ്പോൾ ഇറ്റ് ഹാസ് എവർ ബീൻ, അതായത് ഇതുണ്ട്, അത് മുമ്പ് ഉണ്ടായതോ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒറിജിൻ ഇല്ലാതെ പ്രപഞ്ചം എന്നൊരു സംഗതി ഉണ്ട് എന്നൊരു നിലപാടിലാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പിന്നിലേക്ക് പോകാൻ കഴിയണം എത്ര വേണമെങ്കിലും. നമ്മളിപ്പോൾ ഭൗതികശാസ്ത്രത്തിൽ നമുക്കറിയാവുന്ന ടൂൾസ് ഉപയോഗിച്ച് പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയെ പിന്നിലേക്ക് ട്രേസ് ചെയ്യുമ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഇന്ന് അടിസ്ഥാന കണങ്ങളായിട്ട് കരുതുന്ന കണങ്ങൾ പോലും ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്കൊക്കെ നമുക്ക് പ്രോബ് ചെയ്ത് പോകാൻ ഇന്നത്തെ അറിവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഘട്ടത്തിൽ, ഇന്ന് നമ്മളതിനെ പ്ലാങ്ക് എപ്പോക്ക് എന്ന് വിളിക്കുന്ന ഒരു ഘട്ടം, ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ നോൺ ലോസ് ഓഫ് ഫിസിക്സ് ഫെയിൽ ആവുന്നു. അപ്പോൾ 0 കൊണ്ട് ഹരിക്കേണ്ട സാഹചര്യത്തിൽ ഏത് വലിയ കൊമ്പനായ ഗണിത സിദ്ധാന്തവും പരാജയപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ പരാജയപ്പെടുക എന്നുള്ള വാക്ക് ഒരു പക്ഷേ നമ്മുടെ ഹ്യൂമൻ സ്കെയിലിൽ സംസാരിക്കുന്നുണ്ട് ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. അതവിടെ ആപ്ലിക്കബിൾ അല്ലാതാകും. ആ ഒരു അവസ്ഥയിൽ അതിനു മുമ്പ് പ്രപഞ്ചം ഉണ്ടായിരുന്നോ, ഏതവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ ആ നമുക്കറിയാവുന്ന അവസാനത്തെ പോയിന്റ്, അതിന് മുമ്പത്തെ ആ സ്റ്റേറ്റ്, നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് മാറും. അതിന് മുമ്പത്തെ സ്റ്റേറ്റ് ഉണ്ടായിരുന്നോ എന്നോ അത് ഉണ്ടെങ്കിൽ തന്നെ എന്തായിരുന്നു എന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ഭൗതികശാസ്ത്രത്തിൽ ഇന്നത്തെ കണക്കനുസരിച്ച് നമ്മൾ സമയത്തെ, ഈ ബിഗ് ബാങ് എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇന്നത്തെ കറണ്ട് യൂണിവേഴ്സിൻ്റെ തുടക്കം എന്ന മട്ടിലാണ്. അത് ഈ ഇവല്യൂഷൻ, പ്രപഞ്ചം എങ്ങനെ ഈ അവസ്ഥയിലായി, ഇതിന് മുമ്പ് ഏതവസ്ഥയിലായിരുന്നു എന്ന ആ വീഡിയോ ടേപ്പ് പിന്നിലേക്ക് പ്ലേ ചെയ്താൽ നമ്മൾ എത്തിച്ചെല്ലുന്ന ഒരു ഇനെവിറ്റബിൾ ആയിട്ടുള്ള റിയലൈസേഷനാണ് ഇതെല്ലാം കൂടെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതൊരു ഫിലോസഫിക്കൽ സ്റ്റാൻഡല്ല, അത് നമ്മൾ ഇന്നത്തെ അറിയാവുന്ന ഭൗതികശാസ്ത്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന റിയലൈസേഷനാണ്. അവിടെ പോലും അതിനപ്പുറത്തേക്ക് എന്തായിരുന്നു ഞാൻ ഈ പറഞ്ഞു വന്നത്, സമയം ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി തിയറി പോലുള്ള സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ സമയത്തെയും കാലത്തെയും, സമയത്തെയും സ്ഥലകാലങ്ങൾ അവയെ വേർതിരിക്കാനാകാത്ത വിധം ഒരൊറ്റ എൻറ്റിറ്റി എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ സ്ഥൂല പ്രപഞ്ചം സിംഗുലാരിറ്റി തന്നെ വാക്ക് തന്നെ വളരെ എന്താ പറയുക, വളരെയധികം ആംബിഗ്യൂറ്റി ഉള്ള വാക്കാണ്. സിംഗുലാരിറ്റിക്കകത്ത് തന്നെ ഗ്രാവിറ്റേഷണൽ സിംഗുലാരിറ്റി, കോർഡിനേറ്റ് സിംഗുലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം സിംഗുലാരിറ്റീസ് ഫിസിക്സിലും മാത്സിലും ഒക്കെ ആയിട്ട് നിലവിലുണ്ട്. അത് പലപ്പോഴും സിംഗുലാരിറ്റിയെ നമ്മൾ അതേപടി പൊതുവ്യവഹാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അത് ഞാൻ പിന്നീട് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതേ വാക്ക് ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാക്കിനും ആ ദുരവസ്ഥ വന്നിട്ടുണ്ട്. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് മലയാളത്തിലെ അനന്തത എന്ന് വ്യാഖ്യാനിച്ച് അതിനെ തുടർന്ന് കാടി കയറി പോകുന്ന അവസ്ഥയെ കൊണ്ടിട്ടുണ്ട്. ഇൻഫിനിറ്റി എന്ന വാക്കിനെ ശരിയായിട്ട് മനസ്സിലായി, അതിൻ്റെ സാങ്കേതിക അർത്ഥം മനസ്സിലാക്കാതെ പോപ്പുലർ അർത്ഥത്തിൽ അതിനെ വായിച്ചെടുത്തതിന് ശേഷം ഉണ്ടാകുന്ന അപ്പുറവും ഇപ്പുറവും എത്താത്ത തരത്തിലുള്ള ചർച്ചകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് അതുകൂടെ ആ വാക്കിവിടെ റെഫർ ചെയ്യാൻ കാരണം. ഈ സമയ പ്രപഞ്ചത്തിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്, അല്ലെങ്കിൽ സ്ഥലവും കാലവും ചേർന്നതാണ് നമ്മൾ പ്രപഞ്ചം നിന്ന് മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ ബിഗ് ബാങ് സമയത്തിൻ്റെ കൂടി തുടക്കമാവണം. അതൊരു ലോജിക്കൽ കൺക്ലൂഷനാണ്. അപ്പോൾ സമയത്തിൻ്റെ കൂടി തുടക്കം അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എന്ന് പറയുന്നൊരവസ്ഥ ലോജിക്കലി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. കാരണം സമയം വെച്ചിട്ടാണ് നമ്മൾ ഈ മുമ്പ് ശേഷവും പറയുന്നത്. ഇത്രയും തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയം എന്ന ടൂളിനെ പണ്ടെപ്പോഴും എവിടെയോ ഞാൻ വായിച്ചൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്, ടൈം ഈസ് ദ ഐഡിയ വി നീഡ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് തിങ്സ് ഫ്രം ഹാപ്പനിങ് ടുഗദർ. എല്ലാ സംഭവങ്ങളും കൂടെ ഒരുമിച്ച് സംഭവിക്കാതിരിക്കാനാണ് സമയം വേണ്ടത് എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് പറയുന്നത്. അത് ഞാൻ ജസ്റ്റ് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ ഭൗതികശാസ്ത്രം നമ്മോട് മുമ്പോട്ട് നമുക്ക് മനസ്സിലായിരിക്കുന്ന അറിവനുസരിച്ചിട്ട് പ്രപഞ്ചത്തിനോടൊപ്പമേ സമയത്തിന് തുടങ്ങാൻ കഴിയും. അതാ പ്രപഞ്ചത്തിനോട്, ഞാൻ അവിടെയാണ് പ്രപഞ്ചത്തിനോടൊപ്പമേ എന്ന് പറയുമ്പോൾ
തുടക്കം ആവശ്യമായ നമ്മൾ രണ്ടുപേരില്ലെന്നുണ്ടെങ്കിൽ തുടക്കം ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടുപേരെന്ന് ഞാൻ പറയുമ്പോൾ മനുഷ്യരെ മനസ്സിലായി, അറിയുന്ന ഒരാളിനാണ് മെഷർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോഴാണ് നമുക്ക് തുടക്കങ്ങൾ ആവശ്യമായി വരുന്നത്. മനുഷ്യൻ്റെ ആ നീഡ് പ്രപഞ്ചത്തിനകത്ത് പ്ലേസ് ചെയ്യുന്നത് വഴിയാണ് പ്രപഞ്ചത്തിനൊരാരംഭം വേണം എന്ന് മനുഷ്യൻ അറിവ് ചെയ്യുന്നെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ആശയവാദവും ഭൗതികവാദവും തമ്മിലുള്ള ദ്വന്ദ്വം വരുമ്പോൾ ആശയവാദത്തിലേക്കാണ് ഞാൻ ആശയവാദത്തിന്റെ യുക്തികളൊന്നും അല്ല പറയുന്നത്. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. മനുഷ്യൻ നമുക്കിപ്പോൾ അറിയാനായിട്ട്, അതുകൊണ്ട് ഞാൻ എൻറ്റിറ്റി എന്ന് പറയാൻ ബാധ്യത വരുന്നത്. മനുഷ്യരുടെ ലോകം വെച്ചിട്ടല്ല, അറിയാൻ ആര് ശ്രമിച്ചാലും പ്രപഞ്ചത്തിനകത്ത് എവിടെങ്കിലും ഒരാളെ പ്രപഞ്ചം എന്താണ് എന്നറിയാൻ ശ്രമിച്ചാൽ അറിയാൻ ശ്രമിക്കുന്ന ആളിനൊരു തുടക്കം ആവശ്യമായി വരും എന്ന് മാത്രമാണ് ഈ പറയുന്നത്. പക്ഷേ അറിയാൻ ശ്രമിക്കുന്ന ആളിന് തുടക്കം ആവശ്യമായി വരും എന്നതുകൊണ്ട് മാത്രമാണ് തുടക്കം ഉണ്ടാകുന്നതെന്ന് വാദിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ. അല്ല, അതിൻ്റെ റീസൺ അങ്ങനെ അല്ലാതെ പ്രപഞ്ചം ഇല്ലാതിരുന്നിട്ടുണ്ടായി എന്ന് നമ്മൾ വാദിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഉള്ള പ്രപഞ്ചത്തിൻ്റെ നമുക്ക് പ്രപഞ്ചത്തിനകത്ത് നടക്കുന്ന ഓരോ കാര്യവും എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിനകത്ത് എപ്പോഴും, അവിടെയാണ് ഞാൻ ഇവിടുന്ന് അളക്കുന്ന കാര്യം പറഞ്ഞത്. ഇവിടുന്ന് നമുക്ക് സെക്രട്ടേറിയറ്റ് വരെയുള്ള ദൂരം അളക്കാനായിട്ട് നമ്മൾ ഇവിടുന്ന്, അപ്പോൾ ഇവിടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോയിന്റ് നമ്മൾ രണ്ടുപേരുടെ സമ്മതിക്കണം, എന്നാലേ ആ തുടക്കമാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേർ രണ്ട് സ്ഥലത്ത് ഇവിടം എന്ന് പറഞ്ഞാൽ അല്ല, ഇവിടം എന്ന് നമ്മൾ രണ്ടുപേരോട് പറയുകയാണ്. ഇവിടം എന്ന് പറഞ്ഞാൽ എവിടെ പോകും? അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. അത് അവരവരാണ് ഇവിടം. അത് നമ്മൾ ഭൗതികശാസ്ത്രത്തിൽ ഒരു ഒറിജിൻ ഓഫ് റെഫറൻസ് എന്ന് പറയാം. അതാണ് അങ്ങനെയാണ് ആ റെഫറൻസ് നമ്മളെന്ന് പറയുന്ന. അതുകൊണ്ടാണ് ഞാൻ എൻറ്റിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മനുഷ്യന്റെ പ്രശ്നമല്ല, അറിയാൻ ശ്രമിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അവര് ആരാണോ അവിടമാണ് ഇവിടം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മൾ രണ്ടുപേരോട് ഇവിടം എന്ന് പറയുമ്പോൾ നമ്മളൊരു വലിയ സർക്കിൾ ഇട്ട് നമ്മൾ രണ്ടുപേരും കൂടെ അതിനകത്ത് പോകുന്നുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ എന്ന് പറയേണ്ടി വരും. ഇവിടെ എന്നൊരാൾ പറയുന്നത് ആ ആളിനെ തന്നെയാണ് ഇവിടം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ അറിയാൻ ശ്രമിക്കുന്ന ആളായതുകൊണ്ടാണ് തുടക്കം ആവശ്യമായി വരുന്നതെന്ന് ഞാൻ പറയുന്നത്. ഇനി ഇവിടുന്ന് സെക്രട്ടേറിയറ്റ് വരെ അളക്കുന്നു എന്ന് വെച്ചു, ഇനി വരുന്ന ആരളന്നാലും ഇവിടെ നടന്നേ പറ്റൂ. ഇത് തുടക്കമായി മാറും. പ്രപഞ്ചത്തിലെ എപ്പോൾ ആരെങ്കിലും ഇത്തരത്തിലൊരു മെഷർമെൻറ്റ് ആരംഭിച്ചാൽ അതിൻ്റെ തുടർച്ചയിൽ ആര് വന്നാലും അവർക്ക് അവിടെ നിന്ന് ചെയ്യാൻ ബാധ്യത വരുന്നത് അതൊരു പ്രധാന തുടക്കമായി മാറുന്നത് പോലുള്ള ഒരു പ്രശ്നം മനുഷ്യർക്കുണ്ട്. മനുഷ്യരെന്ന് പറഞ്ഞാൽ അറിയുന്ന എൻറ്റിറ്റിക്കുണ്ട്. കാരണം ഈ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെ നിന്ന് അവർ അളന്നിട്ട് അവർ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അവിടെ നിന്നല്ല തുടങ്ങേണ്ടത്, ഇവിടുന്ന് തുടങ്ങണമെന്ന് പറയും. അപ്പോൾ തുടക്കത്തിൽ ആരാണോ ഈ ലോകത്തിനെ കൺസീവ് ചെയ്യുന്നത് അവർ തുടക്കം കൺസീവ് ചെയ്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്നും തുടക്കം അന്വേഷിച്ച് പോകുന്നതെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമി അല്ലാതെ മറ്റൊരു ഗ്രഹം, അത് ഭൂമി ഉൾപ്പെടുന്ന നക്ഷത്രമായ സൂര്യൻ്റെ നക്ഷത്ര സമൂഹത്തിന് വെളിയിൽ, സൂര്യൻ ഉൾപ്പെടുന്ന മിൽക്കി വേ എന്ന് പറയുന്ന നക്ഷത്ര കൂട്ടത്തിന് വെളിയിൽ, തീർത്തും പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു കോണിലുള്ള ഒരു ഗാലക്സിയിൽ ഒരു സിവിലൈസേഷൻ നമ്മളുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത എപ്പോഴെങ്കിലും ഒരു ടൈം അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം പ്രപഞ്ചത്തിലെ നമ്മൾ പറയുന്ന ഇന്ന് നമ്മൾ ഫിസിക്സ് ഉപയോഗിച്ച് മനസ്സിലാക്കിയ കാര്യകാരണ ബന്ധങ്ങൾ, ലോജിക്കൽ കണക്ഷൻസും ലോസ് ഓഫ് നേച്ചർ നമ്മൾ വിളിക്കുന്ന ഈ സംഗതി, അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് നമ്മുടേതുപോലെ ആയിരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മുടേതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ലോകത്ത് ഈ പറയുന്ന ആറ്റം ഉണ്ടാകുന്നെന്ന് നമ്മൾ പുറകോട്ട് പോയി പറയുമ്പോൾ അത് പ്രപഞ്ചമാണ് ഇങ്ങനെ ആകത്തുള്ളൂ എന്നുള്ളതാണ് ലോസ് ഓഫ് ഫിസിക്സ്. അതുകൊണ്ട് നമുക്ക് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അറിയാൻ ശ്രമിക്കുന്ന പ്രപഞ്ചത്തിനെ ഒബ്ജക്റ്റായിട്ട് അറിയാൻ ആരെവിടെ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലിരുന്ന് ശ്രമിച്ചാലും ഈ ഒരു തരത്തിലേ ഈ തുടക്കം ഉണ്ടാവുള്ളൂ. ആ തുടങ്ങുന്ന ആളുകൾക്ക് ഈ രണ്ട് അളവുകോലായിട്ടാണ് ഞാനിതിനെ പറയുന്നത്. അവർ ആന്തരികമായ നമുക്കങ്ങനെ കാണാൻ പറ്റും, രണ്ട് പുറത്തും അകത്തും എന്ന് പറയുന്ന ഒരു അനുഭവത്തോടെ ജീവന് നിലനിൽക്കാൻ കഴിയുള്ളൂ. അകം പുറവുമായിട്ടേ ഉള്ളു. നമ്മളല്ലാത്തതൊന്ന് ഉണ്ട് എന്ന്
പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും കോണിൽ അനുഭവം ഉണ്ടായാൽ അതിനെയാണ് ജീവൻ എന്ന് വിളിക്കുന്നത്. അത് ഒരു കോൺഷ്യസ് അനുഭവം ആവണം, അല്ലാതെ വേറെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധിക്കത്തില്ല. കോൺഷ്യസ് അനുഭവം എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഒരു ഇന്ദ്രിയ അനുഭവമായിട്ടേ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ബാക്ടീരിയ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നത് പോലെ അന്തം വിടുന്നില്ല. അന്തം വിടുന്നില്ല എന്നുള്ളത് നമുക്ക് റെഫർ ചെയ്ത് അറിയാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ കഴിയത്തില്ല. പക്ഷേ അനുഭവിക്കാൻ അങ്ങനെ പറ്റുള്ളൂ എന്നുള്ളത് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. ഒരു സെല്ലിന് ഒരു അതിര് വരും. ആ അതിരിനപ്പുറം എന്ന് പറയുന്നതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുണ്ടായ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഈ അനുഭവം ഉണ്ടായാൽ ആ അനുഭവത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സയൻസിൽ ജീവൻ ഇപ്പോഴും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കുഴങ്ങാണ്. അല്ല, അത് അവര് ഇരിക്കുന്നതിൽ എനിക്ക് വിഷമം നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാനീ പറയുന്നത് പോലെ മനസ്സിലാക്കിയാലേ സമാധാനം വരുമെന്നുള്ളത് അറിയുന്നത് കൊണ്ട് പറയുന്നതാ. പക്ഷെ എനിക്ക് സമാധാനത്തിന് കുറവില്ല. ഞാൻ ആ അറിയാത്ത ഭാഗം അവിടെ റിസർവ് ചെയ്തിട്ടേക്കാം. അതിനകത്ത് എനിക്ക് എതിരൊന്നുമില്ല. ഞാൻ എന്തുകൊണ്ടാണ് വൈശാഖനോട് സംസാരിക്കണം എന്ന് പറയുന്നത്, വൈശാഖന് ശാസ്ത്രീയമായ അറിവ് ഈ മേഖലയിൽ എന്നെക്കാളും കൂടുതലുണ്ട് എന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ്. പക്ഷെ അത് ഞാൻ ഭയമില്ലാതെ പറയുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് തന്ന ഒരു ക്ലാരിറ്റി, ലോകത്തിനെ പറ്റിയുള്ള ഒരു അറിവ് എനിക്ക് തന്ന ഒരു വ്യക്തതയുണ്ട്. ആ വ്യക്തത കപടമാകാം, തെറ്റാകാം, ഇതൊക്കെ ഒന്നും എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയെന്ന് പോലെ തെറ്റിപ്പോയി, അയാൾ തെറ്റിച്ചാണ് മനസ്സിലാക്കിയെന്ന് എന്നെ പറ്റി പിൽക്കാലത്ത് ആൾക്കാർ പറഞ്ഞെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒന്നും എനിക്ക് സംഭവിക്കാനില്ലല്ലോ. പക്ഷെ ഇപ്പം നമുക്ക് നല്ല വ്യക്തതയോടെ ഇത് പറയാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അത് ഈ അപ്പുറത്തൊന്നുണ്ട്, ഞാനുണ്ടെന്നല്ല, അപ്പുറത്തൊന്നുണ്ടെന്ന് എവിടെ അനുഭവിച്ചോ ആ അനുഭവം ഉണ്ടാകുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അത് ഏതെങ്കിലും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഈ ആശയപരമായ കാര്യമല്ല ഞാനാ പറയുന്നത്. ഒരു ഇന്ദ്രിയത്തിനകത്തൂടെ മാത്രമേ ആ അനുഭവം ഉണ്ടാവുള്ളൂ. അതാണ് ജീവന്റെ അതിര് എന്ന് അതിനും ബോധ്യമുണ്ടാകുന്നത് ഒരു ഇന്ദ്രിയ പ്രപഞ്ചത്തിനകത്ത് മൊളിക്കുലറായിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്ന നിമിഷമാണ് അപ്പുറത്തൊന്നുണ്ടെന്ന് മനസ്സിലാകുന്നത് വഴി ഞാനതല്ല എന്ന് എവിടെയാണോ അനുഭവിക്കുന്നതിനെയാണ് ജീവൻ എന്ന് വിളിക്കുക. അല്ലാതെ വേറൊരു ഡെഫിനിഷൻ സാധ്യമാകുമെന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല. ഡെഫിനിഷന്റെ കാര്യത്തിൽ ഡെഫിനിഷൻ ഇല്ലായകയില്ല. ഡെഫിനിഷന്റെ കാര്യത്തിൽ നമുക്കൊരു മറ്റു ഡെഫിനിഷനൊക്കെ എനിക്കറിയാം, ആവർത്തിക്കുന്നത് എന്താണ്, ഇതൊക്കെ ജീവനെ പറ്റി പറയുന്ന എല്ലാം പറയുമ്പോൾ ഭൗതിക ശാസ്ത്രജ്ഞർ പോലും ജീവന്റെ ഉത്ഭവം വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. അതെ, അതിനെയാണ് ഞാൻ ഈ 2 പോയിന്റ്, ഈ പ്രപഞ്ചത്തിന്റെ തുടക്കവും ജീവന്റെ തുടക്കവും നമുക്ക് ഡിഫറൻ്റ് അല്ല. ഇത് രണ്ടും തുടക്കം അന്വേഷിക്കുന്നതുകൊണ്ടാണ് ഈ കെട്ടാത്തതെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ ചോദ്യം വരും, നമ്മള് ജീവൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നില്ലേ? ജീവൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ട്, സംശയം വേണ്ട. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അതിഭീകരമായ എന്തെങ്കിലും സംഭവിക്കുന്നില്ല. ഈ പറയുന്ന ക്വാണ്ടിറ്റി ക്വാളിറ്റി ആയിട്ട് മാറുന്ന എത്രയോ പോയിന്റ് നമുക്ക് ജീവിതത്തിനകത്തുണ്ട്, നമുക്ക് അനുഭവത്തിനകത്തുണ്ട്. അതിന് വേറെ എങ്ങൊന്നും ഒന്നും വരണ്ട. അതിന് ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ ആൾക്കാരോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറയുന്ന ഒരു, അത് ഐശാനായതുകൊണ്ട് പറയുന്ന നാണമുണ്ട് എനിക്ക്, എന്നാലും പറയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഒരു കാന്തത്തിനകത്തെ മോളിക്യൂൾസ്, അത് വേറൊരു ഒരു കഷ്ണം ഇരുമ്പിനകത്തെ മോളിക്യൂൾ എടുത്ത് നമ്മളൊരു കാന്തം അതിൻ്റെ മേളിൽ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ അത് അലൈൻഡ് ആകും, അത് കാന്തമുള്ളതായി മാറും. ഈ കാന്തം എങ്ങൊന്നും വരണ്ട. മനസ്സിലായി? ഞാൻ പറയുന്നത് ആ കാര്യമേ അല്ല. ഈ ഇതിനകത്ത് പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല. ആകെ ഉള്ളത് അതിനകത്തെ മോളിക്യൂൾസ് തെക്ക് വടക്ക് അലൈൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. അത് നമ്മൾ തട്ടിയാൽ അത് കാന്തമല്ലാതാകുകയും ചെയ്യും. അപ്പം ഞാൻ പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്ന കാന്തം ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നതിന് എങ്ങൊന്നും വരണ്ട. അപ്പോൾ അവിടെ ഈ സയൻസിൻ്റെ 2 അപ്രോച്ചസ് ഉണ്ട്, രണ്ടെങ്കിലും ഉണ്ട്. അപ്പോൾ അതിൽ പൊതുവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത് കാണുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്ന ശൈലിയാണ്. റിഡക്ഷനിസം, അതായത് ഓരോന്നിനെയും അതിൻ്റെ ഘടകഭാഗങ്ങളിലേക്ക് ചെന്ന് അന്വേഷിച്ച് അതിൻ്റെ പ്രവർത്തനം ഉരുക്കഴിച്ചെടുക്കുക എന്ന് പറഞ്ഞ രീതി. അപ്പോൾ പൊതുവിൽ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പം നമ്മൾ
ഒരു കോമൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ സയൻസിനെ നമുക്ക് സൈക്കോളജി വഴി, അവിടുന്ന് ബയോളജി വഴി, കെമിസ്ട്രി വഴി അവസാനം ഫിസിക്സിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു അപ്രോച്ചുണ്ട്. അതൊരു റിഡക്ഷനിസ്റ്റിക് അപ്രോച്ചാണ്. പക്ഷേ ഇപ്പോൾ ഈ ജീവൻ്റെ ഉത്ഭവം പോലുള്ള വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ നല്ലൊരു പങ്ക് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്ന ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു വാദമാണ് നിങ്ങൾക്ക് ഈ റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് കൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അതായത് നിങ്ങൾ ഒരു ജീവനുള്ളൊരു മനുഷ്യനെ എടുക്കുക, അയാളെ നിർത്തിയിട്ട് ഒരു ഇൻസ്റ്റൻറ്റിൽ അയാളുടെ ശരീരത്തിലെ ഓരോ ആറ്റവും ഓരോ പാർട്ടിക്കിളും ഏത് രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് നോക്കുക. എന്നിട്ട് അതുപോലൊരു ഐഡൻറ്റിക്കൽ ആയിട്ടൊരു ക്രമീകരണം വേറെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ജീവനുള്ള മനുഷ്യന് തുല്യമാകില്ല, ആകണമെന്നില്ല. കാരണം അയാളിൽ നമ്മൾ കാണാത്തൊരു, നമ്മൾ സിമുലേറ്റ് ചെയ്യാത്തൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു എമർജന്റ് പ്രോപ്പർട്ടിയാണ്. അതാണ് ഈ റിഡക്ഷനിസത്തിനൊപ്പം വരുന്ന എമർജന്റിസം എന്ന് പറയുന്നത്. പ്രോപ്പർട്ടിയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതെ, അപ്പോൾ ആ എമർജന്റ് പ്രോപ്പർട്ടീസ് വേറെ തന്നെ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട വിഷയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കാന്തികതയുടെ കാര്യത്തിൽ കാന്തികതയുടെ സയൻസ് നമ്മൾ വെറും ഒരു ഉപമയായിട്ടാണ് ഉപയോഗിച്ചത്. ഉപമയായിട്ട് പറയുന്നെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാനത് നാണമുണ്ട് പറയാൻ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ പറയാതെ അത് പറയേണ്ടതാണ്. ഞാനിത് പറയുന്നത് ഇപ്പം നമുക്ക് വെള്ളം എന്ന് നമ്മൾ പറയുമ്പോൾ വെള്ളത്തിൻ്റെ മോളിക്യൂളിനകത്ത് നോക്കിയാൽ നമുക്കറിയുന്ന ഒരു വെള്ളത്തിൻ്റെ അനുഭവം അതിലില്ല. നനയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഒരു തുള്ളി വെള്ളത്തിനകത്ത് 1.46 ട്രില്യൺ മോളിക്യൂൾസ് വന്നാലാണ് ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ദ്രവത്വമായിട്ടോ ഖരത്വമായിട്ടോ അല്ലെങ്കിൽ ആവിയുടെ രൂപത്തിലോ ഇരിക്കുന്ന വെള്ളമാകുക എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റി പറയുമ്പോൾ ഇതിനെ ഓരോ മോളിക്യൂളും ക്വാണ്ടിറ്റി മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് എമർജൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ എമർജൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിന് ഇല്ലാതിരുന്നിട്ടുണ്ടാകുന്നത് പോലാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊന്നും പുറത്തൊന്നും ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമില്ലാതെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ആയി എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രപഞ്ചമാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രപഞ്ചം. അപ്പം അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഫൈനൽ കോസ് ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നതും. ഈ പറയുന്ന ഓരോ സന്ദർഭത്തിനകത്ത് പ്രീ കണ്ടീഷൻസ് മാത്രമാണ് നമ്മൾ കോസായിട്ട് പറഞ്ഞിരുന്നതെന്നും. അതുകൊണ്ട് എമർജൻറ്റ് പ്രോപ്പർട്ടിക്ക് പുത്തനൊരു കാരണം, ഒരു എക്സ്റ്റേണൽ ഏജൻസി ആവശ്യമില്ലാതെ വരുന്നത് കാരണം കൊണ്ട് നമുക്ക് നേരത്തെ ആളുകൾ വിചാരിച്ചിരുന്ന മതവിശ്വാസങ്ങളിലൂടെ ദൈവവിശ്വാസങ്ങളിലൂടെയൊക്കെ ഒരു ഫൈനൽ കോസ് എന്ന് പറയുന്നത് ആവശ്യമില്ല എന്ന് പ്രപഞ്ചത്തിൻ്റെ അനുഭവത്തിനകത്തു നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതെ. അപ്പം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ തുടക്കം, അപ്പം ദ്രവത്വം അനുഭവിക്കുന്ന പോയിന്റിൽ നമ്മൾ തുടക്കം ആയിട്ട് വെച്ചാൽ തൊട്ട് മുമ്പുണ്ടായിരുന്ന അവസ്ഥ ഇതിന് കാരണമായിട്ട് പറയാം എന്നുള്ളതല്ലാതെ അത് തന്നെയാണ് ആ ക്വാളിറ്റേറ്റീവ് എക്സ്പീരിയൻസ്. ഒരെണ്ണം നമ്പർ, ഒരു മോളിക്യൂളിൻ്റെ നമ്പറും കൂടെ വരുമ്പോഴാണ് ദ്രവത്വം അവിടെ ഉണ്ടാകുന്നത്. പ്രഷറും ടെമ്പറേച്ചറും കൂടെ ചേർന്നാണ് ആ ദ്രവത്വം ഉണ്ടാക്കുന്നത്, അല്ലാതെ വീണ്ടും മോളിക്യൂളിനകത്ത് തപ്പിയാൽ കിട്ടത്തില്ല. അപ്പോൾ കണ്ടീഷൻ സപ്ലൈ നമ്മൾ പറയുന്ന കണ്ടീഷൻസിൻ്റെ ഇതിനെ മാത്രമാണ് നമ്മൾ കാരണമെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കങ്ങൾ എന്ന് പറയുന്നത്, അനന്തമായ തുടക്കങ്ങൾ പ്രപഞ്ചത്തിനകത്ത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ഈ മീറ്റിംഗ് തുടങ്ങാം, ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ രണ്ടുപേരും ഈ മീറ്റിങ്ങിന് മുമ്പില്ലായിരുന്നു എന്ന് വരാൻ കഴിയില്ല. അപ്പം ഈ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു എമർജൻറ്റ് സംഭവമാണ്. ഇതേപോലുള്ള എമർജൻ്റ് ആയിട്ടുള്ള പ്രപഞ്ചത്തിനെ മനുഷ്യർ തുടക്കങ്ങൾ വെച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് തുടക്കത്തിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. ഇപ്പം ജനിച്ച കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് നമ്മളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും. കോടതിയിലാണെങ്കിൽ കണിശമായിട്ട് നമ്മളെ ചികിത്സിക്കുകയും ചെയ്യും. പക്ഷേ ഉള്ള ഗർഭപാത്രത്തിലുണ്ട കുഞ്ഞിനെ ജനിക്കാൻ പറ്റത്തുള്ളെന്നും ജനനമെന്ന് പറയുന്നത് നേരത്തെ ഇരുന്ന അവസ്ഥയിൽ നിന്നുള്ളൊരു ഡിഫറൻ്റ് ആയ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ നമുക്കൊരു തുടക്കം സാധ്യമല്ല. ഇവിടെയാണ് ഞാൻ ഈ പ്രപഞ്ചത്തിന് തുടക്കമില്ലെന്നും പ്രപഞ്ചത്തിൽ തുടക്കങ്ങളില്ലെന്നും ആരാണോ അത് മനുഷ്യനായിരിക്കുന്നതുകൊണ്ട് മനുഷ്യന് രണ്ടുപേരിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ നീഡുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം മുഴുവൻ നമ്മൾ, അത് ശാസ്ത്രം കൊണ്ടായാലും ശരി
ഫിലോസഫി കൊണ്ടായാലും ശരി, മതം കൊണ്ടായാലും ശരി, ആളുകൾ ഈ ഒരു അറൈവൽ, തുടക്കം അന്വേഷിച്ചുള്ള മനുഷ്യരുടെ പാച്ചിൽ ഉണ്ടായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു ഈ പ്രൈം മൂവർ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് കോസ് എന്ന് പറയുന്ന ഒരു ഫിലോസോഫിക്കൽ ഹർഡിൽ ഓവർകം ചെയ്യാനുള്ള ഒരു പൊസിഷനാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് മൂവർ എന്ന് പറയുന്നത് മാത്രമല്ല, ഫൈനൽ കോസ് എന്നുള്ള ഏത് തരത്തിൽ പറഞ്ഞാലും, ഇനി ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞ തുടക്കം നമുക്ക് വീണ്ടും പറയുന്നത്, ആറ്റം രൂപപ്പെടണമെങ്കിൽ ഇപ്പൊ ഇൻഫ്ലേഷൻ തിയറി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപോലെ വികസിക്കാനേ വീർക്കാനേ പറ്റുള്ളൂ. അത് 360 ആംഗിളിലും നമ്മൾ പ്രപഞ്ചത്തിനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഗാലക്സിയിൽ നിന്ന് മറ്റു ഗാലക്സികളെല്ലാം അകന്നു പോകുന്നതായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് പോലാണ് നമ്മൾ ഏത് ഗാലക്സി എടുത്താലും. അപ്പം ആ ഇന്റേണലായ എന്നാൽ അതിനൊരു കേന്ദ്രമുള്ള പ്രപഞ്ചത്തിനെ പറ്റി പറയാൻ പറ്റുമോ? അതും കഴിയില്ല. കാര്യമുണ്ട്, എല്ലാം കേന്ദ്രമായിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിനെ പറ്റി നമ്മൾ വീണ്ടും പറയാൻ പറ്റുള്ളൂ. പക്ഷെ പറയുമ്പോൾ സമതുലിതമായിരുന്ന ഒരവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേഷൻ സാധ്യമല്ലാതിരുന്ന ഏതെങ്കിലും ഒരു നിയമം, ഫിസിക്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ ഏതെങ്കിലും തരത്തിലെ നിയമം സാധ്യമല്ലാതിരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ അതിനെ തുടക്കമെന്ന് വിളിച്ചത്. അല്ലാതെ നമുക്ക് നമ്മൾ എല്ലാ ഫിസിക്കൽ ഇതും അവിടെ നമുക്ക് നിശബ്ദമാണ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ അല്ല. അതാണ് നിശബ്ദം എന്ന് ഞാൻ പറയുന്നത്. ഫിലോസഫി, സയൻസ്, സൈലൻസ് അല്ല. നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് രണ്ട് വേണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് വേണം. രണ്ട് ഇല്ല എന്ന് പറഞ്ഞ ആ നിമിഷം നമ്മളെ സംബന്ധിച്ചോളം ക്രംബിൾ ചെയ്യും നമ്മുടെ എല്ലാ ഫിസിക്സും. ഇതുകൊണ്ടാണ് നമ്മൾ അതിനെ തുടക്കം എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ തുടക്കമുണ്ടെന്ന് വിചാരിച്ചാൽ തന്നെ ഫിസിക്സ് ഇന്നത്തെ ഫിസിക്സ് ക്രംബിൾ ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ അവിടെ. അതാണ് ഞാൻ ആ ഒരു ഡെഡ് എൻഡിൽ എത്തിപ്പെടുന്നത് ഈ തുടക്കങ്ങളുടെ നീഡ് വരുന്നത് കൊണ്ടാണ്. നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ടാകും, നമുക്ക് രണ്ടില്ലാത്തതുകൊണ്ട് അളക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മുടെ എല്ലാ ഫിസിക്സും നമ്മൾ പഠിപ്പിച്ച് വരുമ്പോഴും യാതൊരു തരത്തിലെയും വ്യത്യാസങ്ങൾ അനുഭവിക്കാൻ, വ്യത്യാസം ഉണ്ടെങ്കിൽ മെഷർ ചെയ്യാം. വ്യത്യാസങ്ങളെ മെഷർ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ തുടക്കമായിട്ട് പറയുന്നത്. ഞാൻ പറയുന്നത് വ്യത്യാസങ്ങളെ മെഷർ ചെയ്യാൻ നമുക്ക് കഴിയാതിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വ്യത്യാസങ്ങൾ ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ ആറ്റം രൂപപ്പെടാൻ പറ്റത്തില്ല. ആറ്റം രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ അസന്തുലിതമായിട്ടുള്ള ഒരു വീർക്കലാണ് നടന്നതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞ ഞാൻ ഈ ഫിസിസിസ്റ്റുകൾ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾക്ക് അത് ഇങ്ങനെ പോസ് ചെയ്ത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് തന്നെയാണോ ഭൗതിക ശാസ്ത്രത്തിൽ നേരിടുന്ന ഡിഫിക്കൽട്ടി എന്നുള്ളതായിട്ട് എനിക്ക് സംശയമുണ്ട്. അല്ല, ആ സംശയത്തിനൊന്നും ഞാൻ ആ സംശയമാണ് നമ്മൾ രണ്ടുപേരും മിണ്ടുന്നത്. ഞാൻ വൈശാഖനെ വിളിച്ച് മിണ്ടുന്നതിൻ്റെ ഏക കാരണം വൈശാഖൻ എന്നെക്കാളും കൂടുതൽ ഫിസിക്സ് അറിയുന്നു എന്ന് പറയുന്ന കാരണം കൊണ്ട് തന്നെയാണ്. ഞാനത് പറയാൻ ശ്രമിക്കുന്ന വീണ്ടും ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറയാനല്ല, ഞാൻ പറയുന്ന രീതിയിൽ പ്രപഞ്ചത്തിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കിതുവരെ മനസ്സിലായില്ലെന്ന് തോന്നിയത് മനസ്സിലാകുന്ന പോലെങ്കിലും തോന്നും. അത് വളരെ കോമൺ ആയിട്ടുള്ള അവസ്ഥയല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് എന്ന് പറഞ്ഞാൽ ഈ തുടക്കങ്ങൾ ആവശ്യമായ പ്രപഞ്ചത്തിനകത്ത് എന്നാൽ തുടക്കമില്ലാത്ത പ്രപഞ്ചം ആണുള്ളത് എന്നാണ് ഞാൻ പോസ് ചെയ്യുന്നത്. അവിടെ തുടക്കം വേണമെന്ന് മനുഷ്യൻ അവൻ്റെ അന്വേഷണങ്ങളിലെല്ലാം ആരംഭിച്ചത് കൊണ്ട് ഫിസിക്സ് ആ തുടക്കത്തിലേക്ക് അന്വേഷിച്ചു പോയി എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, പക്ഷെ ശരിക്കും ആ ഒരു ഫിസിക്സിലെ ആ ഒരു അന്വേഷണത്തിൽ ശരിക്കും അതൊരു തുടക്കം എന്ന രീതിയിൽ അന്വേഷിക്കുന്നതായിട്ട് അങ്ങനെ ഒരു റിഗറസ് വേണ്ട. അല്ല, അങ്ങനെ ഒരു അന്വേഷണം വേണ്ട. ഞാൻ പറഞ്ഞ പുറകോട്ട് പോയി ചെയ്യുമ്പോൾ ഫിസിക്സ് ബ്രേക്ക് ഡൗൺ ചെയ്തു എന്ന് പറയുന്നതുണ്ടായത് ഞാൻ ഈ പറയുന്ന രണ്ട് പോയിന്റ് വ്യത്യാസങ്ങളോ രണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റൂ. മെഷർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സമയമൊന്നും കാലമൊന്നും ദേശമൊന്നും വിളിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഇന്ദ്രിയപരമായി ഏതെങ്കിലും ഒരു ഇന്ദ്രിയം കൊണ്ട് അപ്പുറം എന്ന് അനുഭവിക്കുന്ന അറിവ് കൊണ്ടാണ് നമ്മൾ ഈ തുടക്കം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീണ്ടും ഈ ജീവൻ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് അനുഭവിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ തുടങ്ങണ്ട,
അതാണ് ഞാൻ ഈ പറയുന്നത്. ജീവൻ ഉത്ഭവിക്കണ്ട, ജീവനായി നമ്മൾ ഇപ്പൊ അറിയുന്നു, അത്രേ ഉള്ളൂ. ജനിക്കുന്നത് പോലാണ്, ഇല്ലാതിരുന്നിട്ട് ജനിക്കുകയല്ല. അതിനെ നമ്മൾ തുടക്കമെന്ന് വിളിക്കുന്നു. ഞാൻ ജനിച്ചു, ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇല്ലാതിരുന്നിട്ട് നമ്മൾ രണ്ടുപേരും ഉണ്ടായിട്ടില്ല. ഇത്രയാണ് ഞാൻ ഈ പറയുന്നത്. അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അതിന്റെ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാനിപ്പോൾ അഭിപ്രായപ്പെടുന്നില്ല. അതിനകത്ത് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഊർജത്തിന്റെ കണ്ടന്റ് എത്രത്തോളം ഊർജ്ജമുണ്ട് എന്നുള്ള അന്വേഷണം നമ്മൾ ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് പോയിന്റ് ചെയ്യുന്നത് യൂണിവേഴ്സിന് ഊർജ്ജം ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. സീറോ എനർജി യൂണിവേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഒരു ക്വാണ്ടം ഫ്ലക്ച്വേഷന്റെ ഇഫക്റ്റ് ആകാം എന്ന് നമുക്ക് ഒരിക്കലും വാക്യൂം ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഉണ്ടാക്കുന്ന വാക്യത്തിനകത്ത് വെർച്വൽ പാർട്ടികൾ ഉണ്ടാകുന്നതാണല്ലോ നമ്മൾ ഫാൾസ് വാക്യൂം അതിനെ വിളിക്കുന്നത്. സംതിങ് ഫ്രം നത്തിങ് സാധ്യമാണ്. അത് തന്നെയാണ് സത്യത്തിൽ. ഞാനത് കുറച്ചുകൂടെ ഈ എന്താ പറയണ്ടേ, മനുഷ്യർക്ക് ഈ പറയുന്ന ഫിസിക്സ് പറയാതെ ഈ വിഷയം പറയാൻ പറ്റും എന്നുള്ളതാണ് ഞാനിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ഞാനിത് പറയാൻ ശ്രമിക്കുന്ന എത്രയേ ഉള്ളൂ. തുടക്കങ്ങളില്ലാത്ത പ്രപഞ്ചത്തിൽ തുടക്കം അന്വേഷിക്കുന്നത് വഴി നമ്മൾ ഉണ്ടാക്കുന്ന ഡെഡ് പോയിന്റുകൾ, ഡെഡ് എൻഡ്സ്, അല്ലാതെ ഈ പ്രപഞ്ചത്തിനെ നമുക്ക് മറ്റൊരു രീതിയിൽ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്നത് വഴി ഉണ്ടാകുന്നത് കാര്യം എന്ന് പറയാതെ പ്രീ കണ്ടീഷൻസ് ആയിട്ട് മനസ്സിലാക്കാമെങ്കിൽ, ഇപ്പം നമുക്ക് 95% പ്രപഞ്ചത്തിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ വിശദീകരിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാത്ത മാറ്ററിനെ പറ്റി, അറിഞ്ഞുകൂടാത്ത എനർജിയെ പറ്റി നമ്മൾ കൺസീവ് ചെയ്യാൻ ബാധ്യത വരുന്നത്. അത് ഈ പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ തുടക്കം എന്ന് പറയാൻ നമ്മുടെ അളവുകോല് അവിടെ അസ്തമിച്ചിട്ടാണ് അത് തുടക്കമായി പോയത്. അളവുകോല് അസ്തമിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ല അത് ഞാൻ പറയുന്നത് അതാണ്. ആ 2 പോയിന്റ് ആണല്ലോ നമ്മുടെ മെഷറിങ്, നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂള്. ഈ 2 അല്ലാതെ വേറെ ഇല്ല. അതാണ് അത് ഞാൻ പറയുന്നത്. ജീവാനുഭവം തന്നെയാണ് ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തിനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് അനുഭവിക്കുമ്പോൾ സ്പേഷ്യലായിട്ടും, അതേ സമയത്ത് ആന്തരികമായിട്ട് അതിനെ നമ്മൾ വെർട്ടിക്കലായിട്ട് അതിനെ അനുഭവിക്കുകയാണെങ്കിൽ ടൈമെന്നും വിളിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ പറയുന്ന മാറുന്ന പ്രപഞ്ചത്തിനകത്ത് മെഷർ ചെയ്യാൻ ഉപയോഗിച്ച ഒരു പോയിന്റിന് കൊണ്ടാണ് നമ്മൾ മനുഷ്യകൃതം എന്ന് പറഞ്ഞാൽ അറിയാൻ ശ്രമിക്കുന്ന ആരുടെയും കൃതം ജീവന്റെ അനുഭവമായി പ്രപഞ്ചത്തിനെ അനുഭവിച്ചുകൊണ്ടാണെങ്കിൽ അതിന് ഈ തുടക്കം വെക്കുന്നതാണ്. ആ തുടക്കം വെക്കുന്നത് കൊണ്ടാണ് ഈ ഡെഡ് എൻഡ് ഉണ്ടാകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എമർജന്റ് പ്രോപ്പർട്ടി കൊണ്ട് നമുക്കിത് വിശദീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.